ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പോളം ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ ആയാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതിന് കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ഒരു ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചെടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതാ നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. നല്ല ലൂസാനും പാടില്ല, നല്ല കട്ടിയിലും പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. അധികം വലുപ്പമില്ലാത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. അതൊന്നും എടുത്തിട്ട് നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ പച്ച പഴത്തിനേക്കാളും നല്ലത് ആവശ്യത്തിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പഴുപ്പുള്ള പഴം ഉണ്ടാവുമല്ലോ, അതാട്ടോ നല്ലത്. അപ്പോൾ പഴമൊക്കെ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളർ മാറ്റിയെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരൂലേ, അങ്ങനെ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇപ്പോൾ ഒരു സൈഡൊക്കെ കളർ മാറി വന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ആ ഒരു അടിച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതിന് പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര അധികം നെയ്യോ ഓയിലോ വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചങ്ങ് മാറ്റി കൊടുത്താൽ മതിയേ. അപ്പം ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു മാവിൻ്റെ മുകളിലേക്ക് അത് ആറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ പഴം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ അതങ്ങ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പോളം തേങ്ങയാണ്. അപ്പോൾ ആ ഒരു തേങ്ങയും കൂടി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം പഞ്ചസാരയും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. തേങ്ങ ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ നമുക്ക് മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര അങ്ങ് ഒഴിവാക്കി കൊടുത്താൽ മതി കേട്ടോ. 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 1/4 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തിട്ടെടുക്കുന്ന ആ ഒരു രീതിക്ക് ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മാവിൻ്റെ വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടി ഉണ്ടാക്കിയെടുക്കാനും പാടില്ല കേട്ടോ. നമ്മൾ ദോശ മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാക്കിയിട്ട് വേണം നമ്മളത് റെഡിയാക്കിയെടുക്കാൻ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ അങ്ങനെ അങ്ങ് പരന്ന് പോകട്ടോ. അപ്പം അതിന് തടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്തും ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക. 3/4 കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കോഴിമുട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർ മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറിയിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളൂ. അപ്പം ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട, പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ മതി നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനി ഈവനിങ് സ്നാക്കായിട്ട് മാത്രമൊന്നുമില്ല കേട്ടോ, നമുക്ക് കുട്ടിക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാം, സ്നാക്സ് ബോക്സിൽ കൊടുക്കാം, ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഹെൽത്തി ഇനി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു പായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന്
പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റിനൊന്നും മറക്കല്ലേ. നമുക്ക് പിന്നെ കാണാം.